180-ലധികം രാജ്യങ്ങൾക്ക് മുകളിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചു. ഓരോ രാജ്യത്തിനും മുകളിൽ പ്രഖ്യാപിച്ച പ്രത്യേക താരിഫ് കൂടാതെ 10% അടിസ്ഥാന താരിഫ് കൂടി ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാലും മറ്റ് രാജ്യങ്ങൾ യുഎസിന് മുകളിൽ ചുമത്തുന്ന താരിഫിൻ്റെ പകുതി മാത്രമേ യുഎസ് മറ്റ് രാജ്യങ്ങൾക്ക് മുകളിൽ ചുമത്തുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അഭിപ്രായപ്പെടുകയും ചെയ്തു. താരിഫ് പ്രഖ്യാപനത്തിന് മുൻപേ അമേരിക്കൻ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരുന്നു. ഡോ ജോൺസ് 1.5% വരെ ഇടിഞ്ഞിരുന്നു. താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം ഒട്ടുമിക്ക അമേരിക്കൻ ഇൻഡിസസുകളും പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്ത്യക്ക് മുകളിൽ അമേരിക്ക 26% റെസിപ്രോക്കൽ താരിഫാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ഓട്ടോമൊബൈൽ ഇമ്പോർട്ടിന് മുകളിൽ 25%-ഓളം താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ടാറ്റ മോട്ടോഴ്സ്, സംവർധന മദർസൺ പോലുള്ള കമ്പനികളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനങ്ങൾക്കുള്ള ഇമ്പാക്റ്റ് ആയിട്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റ് വോളറ്റൈലാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചേക്കാം. പ്രത്യേകിച്ചും IT, ഓട്ടോമൊബൈൽ പോലുള്ള സെക്ടറുകളിൽ നമ്മൾക്ക് സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓട്ടോമൊബൈൽ ഇമ്പോർട്ടിന് മുകളിൽ 25% ടാക്സ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓട്ടോ സെക്ടറൊക്കെ വോളറ്റൈലും ഓട്ടോ സെക്ടറുകളിലൊക്കെ സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചിരുന്നു. പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ എക്കോണമിയെ അത്ര പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യയുടെ ടോട്ടൽ GDPയുടെ 1.1% മാത്രമേ ഇന്ത്യക്ക് എക്സ്പോർട്ടിംഗ് സെക്ടറിൽ എക്സ്പോസർ ഉള്ളൂ. അതുപോലെ തന്നെ ചൈന, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് മുകളിൽ ചുമത്തിയ താരിഫുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് മുകളിൽ ഏർപ്പെടുത്തിയ 26% താരിഫ് അത്ര അധികവുമല്ല. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് വോളറ്റൈലാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റൈലായേക്കാം. പ്രത്യേകിച്ചും IT, ഓട്ടോ പോലുള്ള സെക്ടറുകൾ. അതുപോലെ തന്നെ മോത്തിലാൽ ഓസ്വാളിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏതൊക്കെ സെക്ടറുകളെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപനം ബാധിക്കാൻ സാധ്യതയുള്ളതെന്നുകൂടി മനസ്സിലാക്കാം. US-ലേക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ കയറ്റുമതി ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ സെക്ടറെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കും. US മാർക്കറ്റിൽ 15.6% എക്സ്പോസറാണ് ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ സെഗ്മെൻറ്റിനുള്ളത്. രണ്ടാമത്തേത് ജ്വല്ലറി സെഗ്മെൻറ്റിനാണ് 11.5% എക്സ്പോസർ. ഫാർമ സെക്ടറിന് 11%, മിഷനറി സെഗ്മെൻറ്റിന് 8%, റിഫൈൻഡ് പെട്രോളിയം പ്രൊഡക്റ്റുകൾക്ക് 5.5%-മാണ് എക്സ്പോസർ US മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് ഈ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ആയിരിക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വോളറ്റൈലിറ്റി വരിക. ബ്രോഡറായി നമ്മൾ പറയുകയാണെങ്കിൽ ഫാർമ, മെറ്റൽ, സ്റ്റീൽ, ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ, ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ മാനുഫാക്ചറിംഗ് സെക്ടറുകളെ ആയിരിക്കും താരിഫ് പ്രഖ്യാപനം പ്രതികൂലമായി ബാധിക്കുക. റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാവുകയാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 4%, കൊറിയൻ ഇൻഡെക്സ് 3% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റ് ദുർബലമായതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 23,000-അടുത്തുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. ഡോ ജോൺസ് 0.5%, S&P 0.6%, നാസ്ഡാക്ക് 0.8% ഉയർന്നു. എന്നാൽ ഡോളർ ഇൻഡെക്സ് 0.61%-ലേക്ക് ഇടിഞ്ഞത് മൂലം ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ 1,538 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,808 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് MOIL എന്ന കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മാംഗനീസ് ഓർ പ്രൊഡക്ഷൻ ഇയർ-ഓൺ-ഇയറിൽ 2.7% വർദ്ധിച്ച് 1.8 മില്യൺ മെട്രിക് ടണ്ണായി ഉയർന്നു. മാംഗനീസ് ഓറിൻ്റെ സെയിൽസ് 3.3% വർദ്ധിച്ച് 1.58 മില്യൺ മെട്രിക് ടണ്ണായി മാറിയിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഡിസ്ബേഴ്സ്മെൻറ്റ് 3% വർദ്ധിച്ച് 57,850 കോടിയായി മാറുകയും കളക്ഷൻ എഫിഷ്യൻസി 97%-ആയി ഉയരുകയും ചെയ്തു. ഹരിയോം പൈപ്പ് ഇൻഡസ്ട്രീസിൻ്റെ ഫോർത്ത് ക്വാർട്ടറിലെ ടോട്ടൽ സെയിൽസ് 2 ലക്ഷം യൂണിറ്റിൽ നിന്നും 2.5 ലക്ഷം യൂണിറ്റിലേക്ക് ഉയർന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്റ്റോക്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഗ്രോസ് അഡ്വാൻസ് 16.2% വർദ്ധിച്ച് 2.9 ലക്ഷമായി ഉയരുകയും ടോട്ടൽ ഡെപ്പോസിറ്റ് 7.2% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഓവറാൾ ബിസിനസ് 10.8% വർദ്ധിച്ച് 7 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്.
ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഗ്രോസ് അഡ്വാൻസ് 1% വർദ്ധിച്ച് 18,975 കോടിയായി മാറി. ടോട്ടൽ ഡെപ്പോസിറ്റ് 17.2% വർദ്ധിച്ച് 23,277 കോടിയായി രേഖപ്പെടുത്തി. കാസ റേഷ്യോ 24.95 നിന്നും 24.85 കുറഞ്ഞിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അഡ്വാൻസസ് 13.6% വർദ്ധിച്ചിട്ടുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റ് 14.3% വർദ്ധിച്ച് 15.6 ലക്ഷം കോടിയായി മാറി. ഡൊമസ്റ്റിക് അഡ്വാൻസിൽ 13.2% വർധനവ് ഉണ്ടാവുകയും ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ്സ് 13.3% വർദ്ധിച്ച് 15 ലക്ഷം കോടിയായി മാറുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റിൽ സിൽവർ പ്രൊഡക്ഷനിൽ 8%-ഓളം ഇടിവ് വന്നു. സിൽവർ പ്രൊഡക്ഷൻ 6.87 മെട്രിക് ടണ്ണായി കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ സേലബിൾ മെറ്റൽസിൻ്റെ പ്രൊഡക്ഷൻ 2%-ഓളം വർദ്ധിച്ച് 10.52 മെട്രിക് ടണ്ണായി മാറിയിട്ടുമുണ്ട്. കൂടാതെ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും ആകാശ് മിസൈൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് 593 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്ന കമ്പനി ബ്രാൻഡ് ഡിസ്പ്യൂട്ട് കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കിർലോസ്കർ ഓയിൽ എഞ്ചിൻ എന്ന കമ്പനിക്ക് മെറൈൻ ഡീസൽ എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 270 കോടി രൂപയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് 8.7% വർദ്ധിച്ച് 1.3 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. ഗ്രോസ് അഡ്വാൻസ് 16.4% വർദ്ധിച്ച് 1 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. മാരുതി സുസുക്കി അതിൻ്റെ കാറുകൾക്ക് വിലവർദ്ധനവ് ഏപ്രിൽ 8 തീയതി മുതൽ നടപ്പിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഗ്രോസ് അഡ്വാൻസ് 10% വർദ്ധിച്ച് 88,447 കോടിയായി ഉയർന്നു. ഡെപ്പോസിറ്റ് 5.5% വർദ്ധിച്ച് 1 ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട്. കാസ റേഷ്യോ 31.15 നിന്നും 31.3 ഉയർന്നു. ഇന്ത്യൻ ആർക്ക് ബിൽഡിംഗ് പ്രൊഡക്റ്റ് എന്ന കമ്പനിയെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 300 കോടി രൂപയുടെ പ്രീ എഞ്ചിനീയേർഡ് സ്റ്റീൽ ബിൽഡിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ GE പവർ എന്ന കമ്പനിക്ക് NTPCയുടെ സൈഡിൽ നിന്നും ജനറേറ്റർ പാർട്സ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 38 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആന്ധ്രാപ്രദേശിലെ 500ഓളം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ 65,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് വന്നു. ബോറോസിൽ എന്ന കമ്പനി രാജസ്ഥാനിൽ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 40 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഈ സ്റ്റോക്കുകളെയൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്